Hello guys, welcome back to another video. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കിഡിലൻ അൺബോക്സിങ്ങും ഫുൾ റിവ്യൂ ആണ് പറയുന്നത്. എന്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ASUSന്റെ ഒരു കിഡിലൻ ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അൺബോക്സിങ്ങും ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആർക്കൊക്കെയാണ്, ഇതിൻ്റെ ബഡ്ജറ്റ് എന്തൊക്കെയാണ്, പിന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗെയിം പ്ലേ ടെസ്റ്റും. ഇത് ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് കാണാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ആവി ആൻഡ് യു ആർ വാച്ചിങ് GeekBoZ TV. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മോഡൽ ASUSന്റെ G712L എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിനകത്ത് 10th ജനറേഷൻ i7 വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇത് ഗെയിമിങ്ങും ഒരു കണ്ടന്റ് ക്രിയേറ്ററിനും പറ്റിയൊരു ലാപ്ടോപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കാർഡും പ്രൊസസ്സറും ഇതെല്ലാം, പിന്നെ നമ്മുടെ ബഡ്ജറ്റും ഒരു വലിയ കാര്യമാണ്. 1 ലക്ഷമാണ് നമ്മുടെ ബഡ്ജറ്റ്. ആ 1 ലക്ഷത്തിനകത്തുള്ള ഒരു ലാപ്ടോപ്പാണ് നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ കട്ടർ എടുക്കുക. ഇതിൻ്റെ പാക്കിങ്, ASUSന്റെ ഈ ROG സ്ട്രിക്സ് സീരീസിലുള്ള പാക്കിംഗ് എന്ന് പറയുമ്പോൾ വളരെ അട്രാക്റ്റീവാണ്, ഭയങ്കര അട്രാക്റ്റീവാണ്. ഈ ഒരു എഡിഷൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതൊരു G എഡിഷൻ എന്നാണ് ഇതിൻ്റെ ഈ ഒരു മോഡലിൻ്റെ പേര്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാണ്. നമ്മളത് ഇത് കട്ട് ചെയ്തു. ഇതാ ഇവിടെ ജസ്റ്റ് ഒരു ഇതുണ്ട്, ROGന്റെ ഒരു ബെൽറ്റ് ഒരു സംഭവം ഉണ്ട്. അത് മാറ്റിയിട്ട് നമ്മളൊന്ന് തുറക്കുക. കണ്ടോ, ലാപ്ടോപ്പ് നമുക്ക് പൊങ്ങി വന്നു. ഇവിടെ ആ ഒരു നല്ലൊരു ഡിസൈനാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാപ്ടോപ്പ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആണെന്ന് തോന്നുന്നു, വേറെ ഒരു സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റ് നോക്കാം. ഇതിനകത്താണ് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത് കേട്ടോ. ചാർജർ വലിയൊരു ഭയങ്കര വെയിറ്റ് കേട്ടോ, ഭയങ്കര ഒരു അത് നിങ്ങൾക്കറിയാമല്ലോ, ഗെയിമിംഗ് ലാപ്ടോപ്പൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര വെയിറ്റ് കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കോമ്പണൻസും പിന്നെ ബാറ്ററി ബാക്കപ്പിന് വേണ്ടിയുള്ള ചാർജറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ASUSന്റെ ഒരു ചാർജറിൻ്റെ അഡാപ്റ്റർ. പിന്നെ അതിൻ്റെ കൂടെ പവർ കേബിൾ, ഒരു നല്ലൊരു പവർ കേബിൾ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ വല്ലതും ഇനി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ഇവിടെ തന്നെ വേറൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഇതും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ASUSന്റെ കുറച്ച് ബ്രാൻഡിങ് പേപ്പേഴ്സ്, നമുക്ക് യൂസുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറെ ഈ പെട്ടിക്കകത്ത് വേറെ ഒന്നുമില്ല, എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമ്മുടെ ലാപ്പിനെ പറ്റി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ആദ്യം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറഞ്ഞുതരാം. നല്ല ഹെവി ആയിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. സാധാരണ നമ്മൾ നോർമലി ഉള്ളൊരു എന്താ പറയുക, ലൈറ്റ് വെയ്റ്റ് ലാപ്ടോപ്സൊക്കെ യൂസ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസും അല്ലാതെയുള്ള ബാക്കിയുള്ള ഫീച്ചേഴ്സും നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് വെർത്താണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിലൊരു റാപ്പ് പോലെയാണ് വന്നിട്ടുള്ളത്. നല്ല ലുക്കാണ് കേട്ടോ സംഭവം. ASUSന്റെ എല്ലാ ഇതിൻ്റെ സ്ട്രിക്സ് സീരീസും ഭയങ്കര എക്സ്ക്ലൂസീവ്ലി ഭയങ്കര ലുക്കും അട്രാക്റ്റീവാണ്. അവർ ഡിസൈൻ വൈസ് അവർ അത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എൻവർ പോലെയാണ്, പ്ലാസ്റ്റിക് റാപ്പ്. നമ്മൾ ലാപ്ടോപ്പ് എടുത്തായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് പോലെ 3 USB പോർട്ട്സാണ് ഈ ഒരു ലാപ്ടോപ്പിന് വരുന്നത്. അതുകൂടാതെ ഒരു ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്, ഹെഡ്സെറ്റിൻ്റെ പോർട്ട് കേട്ടോ. പിന്നെ ഇതിൽ സൈഡിൽ വെന്റിലേഷൻസ് പൊതുവേ 2 സൈഡിലും ASUSന്റെ ലാപ്ടോപ്പിൽ വരാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വേറെ പോർട്ട്സ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ സൈഡിലായിട്ട് ഇതായി കാണുന്നത് ഒരു ഇതിൻ്റെ സ്പീക്കറിൻ്റെ പോർട്ടാണ്. ഇനി റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു സ്പീക്കറിൻ്റെ പോർട്ട് കാണാം. അതുകൂടാതെ ഇതിൽ വേറെ പോർട്ട്സുകളൊന്നുമില്ല.
അപ്പോൾ അടുത്തുള്ളത് നമ്മുടെ വെന്റിലേഷൻ പോർട്ടാണ്, തെർമൽ പോർട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെന്റിലേഷൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ട് എക്സോസ്റ്റ് ആയിട്ട്. അതുകൂടാതെ എതർനെറ്റ് പോർട്ട് ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്, അതും കൂടാതെ നമ്മുടെ പവർ പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് ഈ ലാപ്ടോപ്പിൻ്റെ ഫീച്ചറിലായിട്ട് മെയിൻ പോർട്സുകളും കണക്ടിവിറ്റി ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ലുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എക്സ്ക്ലൂസീവ്ലി എന്ത് പറയാം, ഒരു സ്ട്രിക്സ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സിൻ്റെ എല്ലാ സാധനങ്ങളും ഭയങ്കര ഷാർപ്പായിട്ടുള്ള ലുക്കുകളാണ് എല്ലാ ലാപ്ടോപ്പിനും അസൂസിൻ്റെ സ്ട്രിക്സ് സീരീസിൽ വരുന്നത്. ടഫ് പോലെ ടഫ് സീരീസ് എന്ന് പറയുന്നത് സീരീസ് ഉണ്ട്, അത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. സ്റ്റഫ് വെച്ചിട്ട് സോറി ഗൈസ്, നോട്ട് സ്റ്റഫ്, അസൂസ് സ്റ്റഫിൻ്റെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സ്ട്രിക്സിനെ മാറ്റി നിർത്തിയെന്ന് വെച്ചാൽ ഈ ഒരു ലോഗോ ഡിസൈനാണ്. അതായത് റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സിൻ്റെ ഈ ഒരു ലോഗോ സ്ട്രിക്സ് സീരീസിൽ മാത്രമേ വരുന്നുള്ളൂ. ഗൈസ്, അസൂസിൻ്റെ ഈ ഒരു പ്രീമിയം ലാപ്ടോപ്പിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഇതിൽ പാക്ക് ചെയ്തിട്ടുള്ളൊരു ലാപ്ടോപ്പാണിത്. ഇതിൻ്റെ കൂടെ പവർ ചെയ്യുന്നത് ഇൻറ്റൽ കോർ i7-10750H എന്ന് പറയുന്ന 10th ജനറേഷൻ പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് ഗെയിമിംഗ് മാത്രമല്ല, ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ച് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു പ്രൊസസ്സർ മതിയാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസൻ പ്രൊസസ്സർ വെച്ചിട്ടുള്ള ലാപ്ടോപ്പ് നോക്കാം. ഈ ഒരു വേരിയന്റിൽ വരുന്നത് ഇന്റൽ പ്രൊസസ്സറാണ്. ഇനി റാമിന്റെ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ 8GB 2 സ്റ്റിക്കുകളാണ് ഡുവൽ ഡിം സ്ലോട്ടിൽ ആണ് വരുന്നത്. 8GB 2 ഡുവൽ സ്റ്റിക്കാണ് വരുന്നത്. 16GB ആണ്, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം അപ് ടു 32GB വരെ. ഇനി SSD വരികയാണെന്നുണ്ടെങ്കിൽ 512GB ഡുവൽ റൈറ്റ് 0 കോൺഫിഗറേഷനിൽ 2 SSD ആണ് വെച്ചിരിക്കുന്നത്. ഒരു SSDയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് വരുന്നില്ല ഗൈസ്. അപ്പോൾ ഈ SSD വെച്ചിട്ടാണ് ഇതിൻ്റെ ഫുൾ എന്താ പറയുക ഡേറ്റ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഒരു ഹാർഡ് ഡിസ്ക് തന്നെ വെക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇൻറ്റേർണലി വരുന്നത് 512GB ഡുവൽ SSD ആണ്. ഇനി കാർഡ് വരുന്നത് NVIDIA GTX 1660 Ti 6GB കാർഡാണ്. നിങ്ങൾക്കറിയാം, വേണമെങ്കിൽ RTX കാർഡൊക്കെ ഈ ഒരു മോഡലിൽ വരില്ല. ഈ ഒരു 1 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കറൻ്റ്ലി അറ്റ് പ്രസൻറ്റ് 2021 നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും 2060 വെച്ച് കിട്ടാൻ. പിന്നെ ചില സമയങ്ങളിൽ ഓഫറിലൊക്കെ കിട്ടിയാലായി. എന്നിരുന്നാലും സ്ട്രിക്സ് സീരീസിൻ്റെ ഈ ഒരു മോഡലിൽ 1660 Ti 6GB ആണ് വരുന്നത്. ഗൈസ്, അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. വളരെ ബ്യൂട്ടിഫുള്ളും എലിഗൻറ്റും ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഇതിൽ റിഫ്ലക്ഷൻ ഒന്നും വരുന്നില്ല കേട്ടോ. ഭയങ്കര മാറ്റ് ഫിനിഷിലുള്ള 144Hz ഡിസ്പ്ലേ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസൂസിൻ്റെ കളർ കാലിബ്രേഷനിൽ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ തന്നെയാണ്. നിങ്ങൾ ഈ ഗെയിം പ്ലേ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അസംഷൻ അതിൽ കിട്ടും. ഗൈസ്, അടുത്ത് വരുന്നത് Wi-Fi 6 എനേബിൾഡ് ആണ്. ഇത് അസൂസിൻ്റെ ഒരു വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ആയതുകൊണ്ട് 2.4 GB/s 3 times ഫാസ്റ്റർ ആണ്. നോർമലി േക്കാൾ 3 times ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു വൈഫൈ ആണ് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് അസൂസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അസൂസ് എന്ന ബ്രാൻഡിൽ ഇഷ്ടംപോലെ മോഡം അല്ല വൈഫൈ റൂട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അവരുടെ എല്ലാ സാധനങ്ങളും ഭയങ്കര ഫാസ്റ്റും റിലയബിളും ലുക്ക് വൈസും ഭയങ്കര ലുക്കാണ് കേട്ടോ. വേറൊരു ബ്രാൻഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എസ്തെറ്റിക് വൈസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നത് Wi-Fi 6 സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വൈഫൈ ചിപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് അസൂസിൻ്റെ ലൈറ്റിംഗ് എഫക്റ്റിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം RGB ലൈറ്റിങ്ങിനെ പറ്റിയാണ്. ഇതിൻ്റെ ലൈറ്റിംഗ് നിങ്ങൾ കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത ലൈറ്റിംഗ് ആണ് ഈ ഒരു മോഡലിൽ അസൂസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന പല മോഡൽസിലും ഇതുപോലത്തെ ലൈറ്റിംഗ് കൊടുക്കുന്നുണ്ട്. കീബോർഡിൽ മാത്രമല്ല, സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഫുള്ളി കവേർഡ് ആണ്. അതായത് നമുക്ക് ഫ്രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്നുണ്ട്. നിങ്ങൾ അപ്പ് സൈഡ് ഡൗൺ ഫോട്ടോയാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ കാണുന്നത്. ഇതുപോലെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലൈറ്റിംഗ് ഇതിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. RGB അല്ല, ഇതെല്ലാം ARGB ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഇനി ലാപ്ടോപ്പിൻ്റെ ഇൻസൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കീബോർഡ് ഫുള്ളി ലൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ രാത്രി നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റും ഓരോ എഫക്ട്സിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് ലൈറ്റ് സിങ്ക് ചെയ്യാനും അതുപോലെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും ലൈറ്റ് കൺട്രോൾ ചെയ്യാനും ഇതിൽ തന്നെ സ്വിച്ചസ് ഉണ്ട്. ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് അതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഓറോ സിങ്കിൻ്റെ സോഫ്റ്റ്വെയർ വെച്ചും നിങ്ങൾക്ക് ഫുള്ളി മാനുവലി നിങ്ങൾക്ക് വേണ്ട ഇതുപോലെ സോഫ്റ്റ്വെയർ വെച്ചും നിങ്ങൾക്ക് ഇതിൽ സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓറോ സിങ്ക് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലാപ്ടോപ്പിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഗെയിം പ്ലേ ആണ്. നിങ്ങൾ ഈ ഗെയിം പ്ലേ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ FPS കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് പറയുന്നുണ്ട്.
75 FPS 80-90 അതൊക്കെ പോകുന്നുള്ളൂ. അൾട്രയിലൊക്കെ ഇടുവാണെങ്കിൽ ക്വാളിറ്റി കുറയ്ക്കും തോറും നിങ്ങൾക്ക് FPS കൂടുതൽ കിട്ടും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലാപ്ടോപ്പ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നതെന്നാണ്. ഇതൊരു ഗെയിമർ ഓറിയൻറ്റഡ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ 144 Hz ഡിസ്പ്ലേ ഒക്കെ ഉള്ളൊരു ലാപ്ടോപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സിലോട്ട് വരുന്നവർക്കും ഗെയിമിങ് കൂടുതൽ കളിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ലാപ്ടോപ്പ് ഒരു ബെസ്റ്റ് ചോയ്സാണ്. അതുകൂടാതെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഈ ഒരു ലാപ്ടോപ്പ് നല്ലൊരു ചോയ്സാണ്. കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നിങ്ങൾക്കറിയാം കൂടുതലും വർക്ക് അറ്റ് ഹോം ബേസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലയിടത്തും പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ, പലയിടത്തും പോയി വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഗൈസ്, അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓഡിയോ ആണ്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഫുള്ളി അനലൈസ് ചെയ്യാം. ഇതിപ്പോൾ NCS വീഡിയോ ആണ്, യൂട്യൂബിലാണ് നമ്മൾ പ്ലേ ചെയ്യണം കേട്ടോ. മാക്സ് ഔട്ട് ഓഡിയോ ആണ്, മാക്സിമം ഓഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. ഗൈസ്, ഓഡിയോ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു ഓഡിയോ ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പം മാക്ബുക്ക് എയർ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അത്ര ഓഡിയോ ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ സൈഡിലാണ് ഓഡിയോ സ്പീക്കേഴ്സ് വരുന്ന രണ്ടെണ്ണം. ലൈക്ക് ഓക്കെ, ഇറ്റ്സ് എ ഡീസെൻറ്റ് എനഫ്. ഗൈസ്, ഇനി ഈ ഒരു ലാപ്ടോപ്പിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് പറയാം, ഈ ഒരു ലാപ്ടോപ്പ് ഭയങ്കര ഹെവിയാണ്. അതായത് ഈ ഒരു ലാപ്ടോപ്പ് മാത്രം ഒരു കൈ കൊണ്ട് എടുക്കാൻ പോലും പാടാണ് കേട്ടോ, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കൊണ്ടുപോകുമ്പോൾ ഒരു ബാക്ക് പാക്ക്, ഇതിൻ്റെ കൂടെ ASUSൻ്റെ തന്നെ ഒരു ബാക്ക് പാക്ക് വരുന്നുണ്ട്. ആ ബാക്ക് പാക്ക് ഇട്ടിട്ടായാലും കുറച്ച് ഡിസ്കംഫർട്ടുകൾ ഉണ്ടാവും. പക്ഷേ മാറ്റർ ഓഫ് ഫാക്ട് നമ്മളിപ്പോൾ ഈ ഒരു ഗെയിമിംഗ് സീരീസിലുള്ള എല്ലാ ലാപ്ടോപ്സും അത്യാവശ്യം വെയിറ്റ് ഉള്ളത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ചാർജറും കൂടെ വരുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എന്താ പറയുക, ലാപ്ടോപ്പ് ബാഗിൻ്റെ കൂടെ അധികം ഗാഡ്ജറ്റ്സ് ഒന്നും കൊണ്ടുപോകാതിരിക്കുക, ഓവർ വെയിറ്റ് ആയിപ്പോവും. ഇത് തന്നെ വെയിറ്റ് ആണ്, അപ്പോൾ അതിൻ്റെ കൂടെ ഓവർ വെയിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഗൈസ്, ഈ ഒരു ലാപ്ടോപ്പിൻ്റെ തെർമൽ ഡെസിപ്പേഷനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൽ ലിക്വിഡ് മെറ്റൽ ആയിട്ടുള്ള ഒരു തെർമൽ കോമ്പൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തെർമൽ ഡെസിപ്പേഷൻ ഭയങ്കര ഫാസ്റ്റായിട്ട് വരും. നിങ്ങൾ നോർമലി കണ്ടുവരുന്നത് തെർമൽ പേസ്റ്റ് ആണ്. നിങ്ങൾ ബിൽഡൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം തെർമൽ പേസ്റ്റ് ആണ് നമ്മൾ വരുന്നത്. ഇതിൽ ലിക്വിഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിലുപരി ഇതിൻ്റെ വെൻസ് വരുന്നതും കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ്. നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിലും പിന്നെ ബാക്ക് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഹീറ്റിംഗ് ഒന്നും നമുക്ക് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വരില്ല, ബാക്ക് സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും എക്സോസ്റ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഏറ്റവും വലിയ സവിശേഷത, ഞാനിപ്പോൾ ഗെയിം ടെസ്റ്റ് എടുത്തപ്പോഴും ബെഞ്ച് മാർക്ക് ചെയ്തപ്പോഴും നല്ലൊരു ടെമ്പറേച്ചർ ഗ്യാപ്പ് നമുക്കതിൽ വന്നു. ഒരു അറൗണ്ട് ഒരു 65-70 ഒക്കെ വന്നിട്ടുള്ളൂ. അതൊരു നല്ലൊരു റീസണബിൾ ആയിട്ടുള്ളൊരു തെർമൽ ഫാക്ടർ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 1 lakh ആണ് വരുന്നത്. 1,04,000-3,000 രൂപ റേഞ്ചിനകത്തൊക്കെ ഈ ഒരു ലാപ്ടോപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വേറെയും മോഡൽസ് നമുക്ക് ഇനി പരിചയപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബിലോ വൈസ് അടുത്ത ലാപ്ടോപ്പ് ഇതുപോലെ റിവ്യൂസ് നിങ്ങൾക്ക് കാണണം, അൺബോക്സിംഗ് കാണണം, ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബിലോ. അപ്പം ഗൈസ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇനി ഇതേപോലത്തെ കൂടുതലും നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് പ്രശാന്ത് ആവി സൈനിങ് ഔട്ട്.